അതിപ്പോൾ ഒരു കണ്ട ഒരു മെയിൽ ഞാൻ വായിച്ചു. അതായത് ഇഫ് സംബഡി ഹാപ്പൻസ് ടു സീ ദിസ് മെയിൽ പ്ലീസ് ഹാൻഡ് ഓവർ ടു കമലദാസ്. അവർ 5 വിദ്യാർത്ഥികൾ ചെറുപ്പത്തിൽ ട്രിവാൻഡ്രത്തുള്ള സമയത്ത് പിന്നെ വീട്ടിൽ അച്ഛൻ മരിച്ചു, അല്ലെങ്കിൽ അമ്മയ്ക്ക് അസുഖമാണ്, ഫീസില്ല എന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് കളിപ്പിച്ചുകൊണ്ടിരുന്നു. കളിപ്പിക്കല്ല, കൊടുത്തു. കളിപ്പിക്കാന്ന് അറിഞ്ഞിരുന്നു. ബിക്കോസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹരാണ്. ബാക്കിയുള്ളവർക്ക് കള്ളു കുടിക്കണ മാതിരിയാണ് കൊടുക്കുക. എന്നിട്ട് സൂക്കട് മാറുക, മാറിയിട്ട് എന്നെ കാണാൻ വരും. അയ്യോ ഭയങ്കര ത്രില്ലാണ് എനിക്കത്, ഭയങ്കര ത്രില്ല്. ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ നടക്കും. എന്നിട്ട് ഇങ്ങനെ അവിടെ ആളുകൾ പ്രിസ്ക്രിപ്ഷൻ പിടിച്ചുകൊണ്ടിരിക്കണോ PVS ചോട്ടില കോറിഡോറിൽ. അപ്പോൾ എന്താ ചോദിക്കാൻ വിഷമമുണ്ട്. 220 ഉറുപ്പ്യക്കേ ഉള്ളൂ, അവരുടെ ഇല്ല. അപ്പോൾ വരൂ എന്ന് പറഞ്ഞിട്ട് അതിലൊരാളെ കാറിൽ കയറ്റിക്കൊണ്ട് ഡ്രഗീസിൻ്റെ അടുത്ത് മേടിക്കും. ആൻഡ് ദെൻ ഐ തോട്ട് ഇതാണ് എൻ്റെ ലൈൻ. പണം ഉണ്ടെങ്കിൽ ഇത് കൊടുക്കുക, അതാണ് എൻ്റെ ലൈൻ. പണം എവിടെ നിന്നുണ്ടാവുക, എപ്പോഴാണ് പണം ഉണ്ടായ നിൽക്കുക എൻ്റെ കയ്യിൽ, എവറിത്തിങ് വിൽ ഗോ അവരതൊക്കെ. ബിക്കോസ് എന്നെക്കാട്ടിലും കഷ്ടപ്പാട് അനുഭവിക്കുന്ന എനിക്ക് കഷ്ടമൊന്നുമില്ല. എനിക്ക് ചോറ് തരാൻ ആളുണ്ട്, എല്ലാം ഉണ്ട്. കമലദാസ്, ഞാനിപ്പം തിരിച്ചൽപ്പം ഇങ്ങോട്ട് വരുവാണ്, കമലദാസിലേക്ക് വരുവാണെങ്കിൽ ഈ പറഞ്ഞ കമലദാസിൻ്റെ എഴുത്തുകൾ അല്ലെങ്കിൽ മാധവിക്കുട്ടിയുടെ എഴുത്തുകൾ എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേക പാത സാഹിത്യത്തിൽ വെട്ടിത്തെളിച്ചതാണ്. ഒരു തൻ്റെ ഇടമുള്ള ഒരു പെൺകുട്ടിയുടെ എഴുത്ത്. ഒരു പാതയല്ല, കുറേ പാതകൾ ഞാൻ നമ്മൾ തന്നെ അങ്ങനെ വന്നപ്പോൾ അത്രയല്ലേ ഓരോ ഇൻട്രോസ്പെക്ഷനെ പറ്റിയിട്ട് അല്ലേ, ലോൺലിനെസ്സിനെ പറ്റിയിട്ട്, സെക്സിനെ പറ്റിയൊക്കെ ഞാൻ തന്നെ തെളിച്ച് പാത ഉണ്ടാക്കി. ഈ ബാക്കി ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചു. അതായത് മാധവിക്കുട്ടിക്ക് ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ല, ശരിക്കും ധരിച്ചു. തെറ്റിദ്ധരിച്ചല്ല, ശരിയാണ്. ഐ ലൈക്ക് ടു റൈറ്റ് അബൌട്ട് ലസ്റ്റ് ആൻഡ് ലവ് ടുഗെദർ. ഞാൻ എൻ്റെ റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ലവ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയത് അത് ഭയങ്കര ഒരു തേര്, ഒരു രഥം കൊണ്ട് മുന്നോട്ട് വരണ മാതിരിയാണ്. പണ്ട് കുബേരൻ്റെ രഥമില്ലേ, അത് വെളുത്ത് അങ്ങനെ ബാനേഴ്സ് ഉണ്ടാവും, ആ കൊടിക്കൂറകളാണ് കാമം, ഇത് പ്രേമാണ്. I can't separate the two. If you love a man, you will lust for him, desire him all your life. അത് പ്രായവും 100 200 you will want just that man. അതാ ഈ ഇവർക്ക് മനസ്സിലാവത്ത്. തെറി എഴുതണവരുടെ വിചാരം വേണ്ട, വല്ല നിംഫോ മറ്റേ എല്ലാവരെയും അല്ലേ, ഇംപോസിബിൾ. ഇഫ് യു ലവ് എ മാൻ, വേറൊരാളെ പറ്റി ചിന്തിക്കാനും സഹിക്കും. അതെ, മാധവിക്കുട്ടി ഒരു നിംഫോമാനിക്കാണെന്ന് വിചാരിച്ച് എത്രയോ പേര് സമീപിച്ചിട്ടുണ്ടാകും. സമീപിക്കാനും ധൈര്യമില്ല, ബട്ട് കത്തിലൊക്കെ സമീപിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒരിക്കലും നടക്കൂ, അടിച്ചു കൊല്ലേ. എനിക്ക് നമ്മുടെ ഈ നാട്ടിലെ ഈ പുരുഷന്മാര് അതായത് ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നപ്പോഴേക്കും തള്ളയില്ലേ. അല്ല, എന്നാലും അവിടെ മലയാളികളും മറ്റോ ഇന്ത്യക്കാരൊക്കെ ഉണ്ടല്ലോ. മലയാളികൾ വരുമ്പോൾ ഒന്നും കയറ്റാറില്ല. ബിക്കോസ് മിക്ക ഗിഫ്റ്റഡ് ആയിട്ടുള്ള മലയാളീസ് ഇവിടെ എന്നെ കാണാൻ വരും. അവിടെ ഒരു 4 ആൾ 5 ആളായിട്ട് സന്ധ്യ കഴിഞ്ഞിട്ടാണ് വരുന്നത്, കള്ളു കുടിച്ചിട്ടാണ്. അപ്പോൾ വാച്ച്മാൻ വന്ന് പറയും അവിടുത്തെ കേരൾസെ എന്നാണ് ഈ പിള്ളേർ, ലോക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും പറയും ചെയ്ത് ദാരു പിയ സബ് ലോക്, നാറ്റമുണ്ട് കേട്ടിട്ടുണ്ടാവും. വളരെ ജീനിയസ് എന്നൊക്കെ പറഞ്ഞ കേരളത്തിലെ ആൾക്കാർ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ പോയിട്ടുണ്ട്. ഞാനത് പുറത്ത് പറയാത്ത ഒരു കുടുംബത്തിന് ബുദ്ധിമുട്ടാകും. അവരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഒരു കളിക്കാൻ പെണ്ണുങ്ങളുടെ ഒരു ലൂസ് ക്യാരക്ടറേ മലയാളികളേ ഉണ്ടാവുള്ളൂ. ഞാനില്ല, ഐ എം നോട്ട് എ റിയൽ മലയാളി. ഐ ഗ്രൂ അപ്പ് ഇൻ ബംഗാൾ, കാളി മാതയുടെ തണലിൽ. ഐ എം എ വെരി ഡിഗ്നിഫൈഡ് പേഴ്സൺ. ഒരേ സമയത്ത് പിന്നെ മാധവിക്കുട്ടി അതായത് ഒരു സ്ത്രീയുടെ കരുത്ത് കാണിച്ചപ്പോൾ അപ്പുറത്ത് വേറൊരു ഭാഷയെ പറഞ്ഞു. അതായത് ഏറ്റവും വലിയ സ്ത്രീപക്ഷവാദിയായിട്ടുള്ള എഴുത്തുകാരിയാണെങ്കിലും ഫെമിനിസ്റ്റ് ആണെങ്കിലും ഒരു കരുത്തുള്ള പുരുഷൻ്റെ കൈ കിട്ടിയാൽ അവരുടെ സ്ത്രീപക്ഷവാദം അല്ലെങ്കിൽ ഫെമിനിസം പോകുമെന്ന്. എന്തിനാ ഫെമിനിസം? ഇഫ് യു ഹാവ് സച്ച് എ മാൻ, നമുക്ക് പിന്നെ എന്താ വേണ്ടത്? എനിക്ക് ചോറും കൂടി വേണ്ട, അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് നടന്നാൽ മതി. അങ്ങനെ ഒരാളെ കിട്ടണ ഭാഗ്യവതി. എനിക്ക് പിന്നെ അതൊന്നും വേണ്ടിയില്ല. സ്റ്റാർട്ടിങ്ങിൽ വാട്ട് ഈസ് ഈ ഫെമിനിസം? തനിക്ക് എന്താ വേണ്ടത്? ഭർത്താവിനെ കളയേ, അതാണെങ്കിൽ കളഞ്ഞോളൂ, കഷ്ടമാണ് മാത്രം. എന്നോട് എപ്പോഴും ഉപദേശം ചോദിക്കും, കെൻ ഐ ഡിവോഴ്സ് അയാൾ അങ്ങനെയാണ്. നിങ്ങളുടെ ഇഷ്ടം. ഞാനാണെങ്കിൽ ഒരു പട്ടി ഉപേക്ഷിക്കില്ല. ഞാൻ പറഞ്ഞുതരാം, ഒരു പൂച്ച എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഐ കനോട്ട്. ഐ എം സെൻറ്റിമെൻ്റൽ, ഭയങ്കര സ്നേഹമാണ്. ഐ കാൺട്ട് ഇമാജിൻ ഇറ്റ്. ഒരിക്കൽ എന്നെപ്പറ്റി ബുക്ക് എഴുതിയിട്ടുള്ള ഇക്ബാൽ കൗർ ടേൺഡ് അപ്പ്
പട്ടിയാല യൂണിവേഴ്സിറ്റി ഇവിടെ സെമിനാറിന് വന്നു. ട്രിവാൻഡ്രത്ത് താമസിച്ചു എൻ്റെ അടുത്ത് നിന്ന്. വലിയ അഡ്മിറേഷൻ അവർക്ക്. അവിടെ കണ്ടപ്പോൾ എന്താണ് രാസേട്ടൻ ഈ അമ്മയ്ക്ക് തേക്കടി പോകണം. രാസേട്ടനോട് ചോദിച്ചു കമലയെ കൊണ്ടുപോട്ടെ. രാസേട്ടൻ പറഞ്ഞു കമല ഐ വോണ്ട് ലെറ്റ് ഗോ. തേക്കടി. രാസേട്ടൻ പറയും എന്തായി പറഞ്ഞ് ഈ പഞ്ചാബി സ്ത്രീയിടുമെന്ന് വെച്ച് ഞാൻ ഐ വിൽ നെവർ സെൻഡ്. അപ്പോൾ ഈ അമ്മയുടെ വിചാരം എന്താ എനിക്ക് ദുഃഖമാണ്. എനിക്ക് പരമസന്തോഷമാണ്. എനിക്ക് വെയിലും കൊണ്ട് അവിടെയൊക്കെ നടക്കാൻ ഇഷ്ടമില്ല. ഐ എം നോട്ട് ദറ്റ് കൈൻഡ്, ഔട്ട്ഡോർ കൈൻഡ് അല്ല. എനിക്ക് പോകണ്ട. എന്നിട്ട് ഈ അമ്മ പോണ ദിവസം പറയാം എന്നോട് രാവിലെ, വൈ ഡോണ്ട് യു ഡിവോഴ്സ് ഹിം? ഇത്ര കാലമായിട്ടും വൈ കാൺട്ട് യു ഡിവോഴ്സ് ഹിം? ഈസ് നോട്ട് ദ റൈറ്റ് ഹസ്ബൻഡ്. ലിബർട്ടി ഇല്ല എനിക്ക്. ഞാൻ പറഞ്ഞു ദർ ഇസ് വൺ റീസൺ. ഇക്ബാൽ, ഇഫ് യു ഹാവ് ദ IQ, പ്ലീസ് തിങ്ക് ദർ ഈസ് വൺ റീസൺ വൈ ഐ ഡോണ്ട് ഡിവോഴ്സ് ഹിം. ശരിയാണ്, അവൾ പറഞ്ഞതിൽ കുറേ ഉണ്ട്. രാസേട്ടൻ കുറച്ച് വേറെ മാതിരിയാണ് സംസാരം, അഗ്രസീവായിട്ടൊക്കെ. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു ജസ്റ്റ് ദ ഓൾഡ് ഫാഷൻഡ് ആൻസർ, ഐ ലവ് ഹിം. അതന്നെ. ഐ കനോട്ട്. നമ്മൾ സ്നേഹിച്ച് പോവില്ലേ? ഇപ്പോൾ ഈവൻ പീപ്പിൾ ഹു വർക്ക് ഫോർ സെർവൻറ്റ്സ് സ്നേഹിച്ച് പോയാൽ വലിയ കഷ്ടം. അപ്പം ഞാൻ ദിവസവും കരയണത് ഐ ഹാവ് ടു ലീവ് ടു ബിഹൈൻഡ്. സത്യമായിട്ടും ഐ കനോട്ട് ബെയർ ഇറ്റ്. എന്നിട്ട് വേണ്ടേ ഹസ്ബൻഡ്? അവർക്ക് ആ സൈക്കോളജി മനസ്സിലാവും. ഫെമിനിസ്റ്റിന് മനസ്സിലാവുന്നുണ്ട്. ദേശം വൈ നോട്ട് ഡിവോഴ്സ് ചെയ്യുക എന്നൊരു ഫ്രീ ആയിട്ട്. എന്ത് ഫ്രീഡം അത്? പട്ടികളൊക്കെ ഫ്രീ ആണ്, കുപ്പത്തൊട്ടിയിൽ പോയി തിന്നവർക്ക് അല്ലേ? ഡു യു തിങ്ക് ഐ വിൽ ബി ദാറ്റ് വേ? നെവർ. ഇങ്ങനെ എത്ര പേര് ഉപദേശിച്ചിട്ടുണ്ടാവും. എത്ര ആൾ ഇവിടെ വരുന്നുണ്ട്. ഞാൻ മേ ഐ ലീവ്, അയാൾ അങ്ങനെ ചെയ്തു, അയാൾ കുടിച്ചു, അയാൾക്ക് വേറെ ഇൻട്രസ്റ്റ് ഉണ്ട് ഓഫീസിൽ, വെറുതെ പറയാം. ഇനി അത് ഞാൻ പറഞ്ഞു മറക്കാൻ സഹിക്കോ? കയ്യിൽ കിടന്ന് ഉറങ്ങിയിരുന്ന പുരുഷനെ ഒരു ദിവസം ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് രാത്രി ഉറങ്ങാൻ സഹിക്കുമോ ചോദിച്ചു ഞാൻ. സത്യം. കം ഡൗൺ ടു ദ ബേസിക്സ്. കെൻ യു ഡു ഇറ്റ്? ഐ സെഡ്. എന്നാൽ ഭയങ്കര ഫെമിനിസ്റ്റ് തന്നെ. എവ്രി ഡേ യു വെൻറ്റ് ടു ബെഡ് വിത്ത് ദ സെയിം മാൻ. കെട്ടിപ്പിടിച്ചു അല്ലേ? പേടി സ്വപ്നം കണ്ടാൽ ഉണർത്തി ആ ആൾ വീട്ടിൽ പുറത്തിട്ട് വൈക്കാൻ ടീച്ചർ. അങ്ങനെ ഒരു ഫെമിനിസം നശിച്ചു പോട്ടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബിക്കോസ് ലെറ്റ് ലവ് ഇൻക്രീസ്. അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, കോംപ്രമൈസ് ചെയ്യുക, ബട്ട് നെവർ ലീവ്. മാധവക്കുട്ടി അല്ലെങ്കിൽ കമലദാസ് നൽകിയ സ്നേഹം അതേ അളവിൽ തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് എപ്പോഴും പറയാറുണ്ട്, പരിതപിക്കാറുണ്ട്. അമ്മമ്മ തന്നു, ബാക്കി ആരും തന്നിട്ടില്ല. ഇല്ല, എൻ്റെ ഈ ചെറിയ കുട്ടി, ഈ മൂന്നാമത്തെ മകൻ, റിയലി ഈ ലവ്സ് മീ. വലിയ സന്തോഷമുണ്ട് അവൻ്റെ അടുത്ത് പോകാൻ. അവൻ ചെറുപ്പം, അവനും നല്ല മോഹമുണ്ട് അമ്മയെ കൊണ്ടുപോയി നോക്കണം. അവൻ പറഞ്ഞു ഇവിടെ കിടന്ന് ബാറ്റിൽ ചെയ്തിട്ട് ഇങ്ങനെ ക്ഷീണിച്ച അമ്മ വല്ലാണ്ടായിരുന്നു. ബിയോണ്ട് റെക്കഗ്നീഷൻ. പൂനെയിലൊക്കെ കൊണ്ടുപോയി ഒരു 3 months ഭയങ്കര ചേഞ്ച് വരും. അത് ശരിയാ, ചേഞ്ച് വരും. ജനലൊക്കെ തുറക്കും ഞാൻ പൂനെ ചെന്നാൽ. എന്നിട്ട് കാറ്റും ആകാശമൊക്കെ നോക്കി ഉറങ്ങും. നമ്മൾ 2 ആഴ്ച കൊണ്ട് മാറും ഈ ട്രബിൾ. ഇത് ഒന്നും തുറക്കാൻ വയ്യ, ഗാർബേജ്, സ്റ്റിങ്ക്. യു കാണ്ട് ഓപ്പൺ ദ വിൻഡോ. ഒരു AC ഉണ്ട്, ഡേർട്ടി AC. അതങ്ങനെ തിരിച്ചിട്ട് ഉറങ്ങുക രാത്രി. യോ ടെറിബിൾ. മന്ത്രിമാർ വരുമ്പോഴും കൂടി പറയാറുണ്ടല്ലോ, അസഹനീയമാണ് ഈ കുപ്പത്തൊട്ടേ മണവും. ഭയങ്കര വിഷമമുണ്ട്. കേരളത്തിലേക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വന്നത് ഇപ്പോൾ വേറെ കാര്യമുണ്ട്. അതായത് കഥയുടെ ലോകത്തേക്ക് പോയി, നോവലിൻ്റെ ലോകത്തേക്ക് പോയി, പിന്നെ പെയിന്റിംഗ് എല്ലാം പരീക്ഷ. പെയിന്റിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ ഈ അല്ല, പെയിൻറ്റിങ്ങിന് സെയിലുണ്ട്. ന്യൂയോർക്കിൽ ഒരു വലിയ ആളുണ്ട്, ആൻഡ്രൂ ആർക്കിൻ, മൾട്ടിമില്യനെ. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കാരശ്ശേരി അയച്ചു ഞാൻ. കാരശ്ശേരി ടൈലറാണ് ഷർട്ടും കൊടുത്തയച്ചു, നാടൻ കോളറില്ലാത്ത ഷർട്ട്. അത് അയച്ച് ചെന്നപ്പോൾ കാരശ്ശേരി പറയാ, ചേച്ചിയുടെ 10 പെയിൻറ്റിങ് ഉണ്ട് ഡ്രോയിങ് റൂമിൽ. എൻ്റെ ഒരു വലിയ പോർട്രേറ്റ് ഇത് മരത്തെ, അത് കിടക്കണ അമ്മയത്ത് കോറിഡോർ. അമേസിങ്. കാരശ്ശേരി പറഞ്ഞു എന്ത് ലവ്ഡാണ്, എത്ര സ്നേഹിക്കപ്പെടുന്നു അവിടെയൊക്കെ. ഇവിടെ എൻ്റെ പെയിൻറ്റിങ് വല്ലവരും ഫ്രെയിം ചെയ്യുക പേടിച്ചിട്ട് ന്യൂഡാണെന്നും പറഞ്ഞിട്ട്. അവിടെ അതേ ഉള്ളൂ. അതാണ്. അപ്പം നമ്മൾ ഇവിടെ എന്താ വിചാരിക്കുക, വലിയ ആൾക്കാരാവണം, ഹുസൈനാവണം അല്ലേ, അങ്ങനത്തെ ആളാവണം. ലവുമ്മിൽ അതൊക്കെ
ആരുടെ പെയിൻറ്റിങ്ങാ തൂക്കുക പറഞ്ഞാൽ സ്നേഹം കൊണ്ടാണ്. അല്ല, ഈ ന്യൂഡ് പെയിൻറ്റിങ്ങിൽ എന്തുകൊണ്ട് അമ്മ കോൺസെൻട്രേറ്റ് ചെയ്തു? ബിക്കോസ് ഐ തിങ്ക് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ദി വുമൻസ് ബോഡി. പ്രത്യേകിച്ച് ഒരു അമ്മ, മുലയൊക്കെ കൊടുത്തിട്ടുള്ള അമ്മ, അപ്പോൾ കുറച്ച് സാഗി ദ ബ്രസ്റ്റ്, ഐ തിങ്ക് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മൾ പലതും ഓർക്കും. കുട്ടി പാൽ കുടിച്ചതും കുട്ടിയുടെ ചുണ്ടിൻ്റെ അവിടെ പാൽ ഒഴുകിയതും അതെടുത്തിട്ട് നമ്മൾ ബേപ്പിക്കില്ലേ പുറത്ത് തട്ടിയിട്ട് തേട്ടും കുട്ടി, അതൊക്കെ എനിക്ക് ഓർമ്മ വരും. ഐ ലൈക്ക് അങ്ങനത്തെ ഒരു സ്ത്രീകളുടെയൊക്കെ. ചിലപ്പോൾ മടിയിലൊരു കുട്ടിയുണ്ടാവും, വേറെ സുന്ദരമാവും. എത്ര എനിക്ക് വെർജിൻ വിത്ത് ക്രൈസ്റ്റ് അതുമാതിരിയൊക്കെ ചിലതില്ലേ, യശോദ വിത്ത് കൃഷ്ണൻ, ഇതൊക്കെ കാണുമ്പോൾ കോരിത്തരിക്കും. ബിക്കോസ് എനിക്ക് ഭയങ്കര അതിലൊരു പീസ് കിട്ടും. ഈ കേരളത്തിലേക്ക് വന്നൊരു മണ്ടത്തരാണെന്ന് തോന്നുന്നുണ്ട്. മണ്ടത്തരാണ്, പക്ഷേ അറ്റ് ദാറ്റ് ടൈം വി ഡിഡ്ന്റ് ഹാവ് ദ മണി. ഐ ഹാഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ദ മണി. എൻ്റെ തെറ്റാ, നമ്മുടെ തെറ്റാണ്, അത് എൻ്റെ അല്ല. എല്ലാ പണം എടുത്തിട്ട് ഞാൻ സാധുക്കൾക്ക് കൊടുത്ത്, പിന്നെ കുറേ ആളുടെ ബുക്സ് പബ്ലിഷ് ചെയ്യിപ്പിച്ചു. എൻ്റെ പൈസ ഉണ്ടാകുന്ന ആ ഗ്രൂപ്പ് അങ്ങനെയല്ലേ, എല്ലാവരും തിരുവനന്തപുരത്തേക്ക് ചിലരെ പഠിപ്പിച്ചു. എന്നിട്ട് പഠിപ്പിച്ചിട്ട് ഇംഗ്ലണ്ടിലേക്ക് അയക്കുമ്പോൾ 2000 റുപ്യ സൂട്ട് എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി. പക്ഷെ ഇപ്പം അവരൊക്കെ വലിയ ആളായി. ഒരാൾ ബാരിസ്റ്റർ, ഹി കെയിം 6 months ago. ഞാൻ വലുതാക്കിയതാണ്. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു പൈസ ഇല്ലാണ്ട് അവർ പഠിപ്പിച്ചു. ഈ സൂട്ടിനുള്ള മാത്രം ഞാൻ വാങ്ങിക്കൊടുത്തു. വെരി പുവർ ഫാമിലി. ഇപ്പോൾ വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഫാമിലീസ് ഇൻ കൽക്കട്ട. ഈസ് ദ ബാരിസ്റ്റർ. ലോ കൗൺസിൽ മെമ്പർ 5 ആളേ ഉള്ളൂ. മന്ത്രിമാരോ മറ്റേ ഉള്ളൂ. അതിൽ ഡോക്ടർ അഹമ്മദ്, ഇംതിയാസ് അഹമ്മദ് എൻ്റെ വീട്ടിൽ പഠിപ്പിച്ച കുട്ടിയാണ്. എന്താ അപ്പോൾ അതൊക്കെ ഭാഗ്യമല്ലേ. ഞാൻ പറയുന്നത് ചേട്ടനോട്, ശരിയാണ് പണമൊന്നും ഇരുന്നില്ല, പക്ഷേ ഓരോരുത്തരുടെ ഫ്യൂച്ചർ വലുതായില്ലേ. അങ്ങനെ അതൊക്കെ ഉണ്ടായിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ മതികുട്ടിയെ പറ്റിയിട്ട് പറയുന്ന ആൾക്കാർ 2 പാപം ചെയ്തു എന്ന് പറഞ്ഞോട്ടെ. ഇവിടെ 12,000 പുണ്യം ചെയ്തിട്ടുണ്ട്. ഒരു വാക്ക് പറയില്ലല്ലോ. ഇത്ര ആളെ പഠിപ്പിച്ചു, ഇത്ര ആളെ ഇല്ലേ സൂക്കടം മാറ്റി അവിടേക്ക് അയച്ചു, വലിയ ആൾക്കാരെ. ഞാൻ പറയില്ല, സാക്ഷിയില്ല, സാക്ഷി ദൈവം തന്നെ. അവൾ അങ്ങനത്തെ ഒരു ലൈഫാണ്. ഈ മാലയോടൊക്കെ നല്ല ഭ്രമമാണല്ലേ? അത് രസമായിരിക്കും, ഒരു രസം. രമ പെണ്ണല്ലേ, പെണ്ണായി ജനിച്ച ബ്രൂട്ടസിനും മോഹണ്ടാവും. തിരുത്തി പറയണം. എന്താണ് ബ്രിട്ടാസ്? ബ്രിട്ടാസ് എന്ന് പറഞ്ഞു പറഞ്ഞ അവസാനം ബ്രൂട്ടസ് ആക്കുക. ബ്രൂട്ടസ് ആക്കിയത് ബ്രിട്ടാസ്. പക്ഷേ പിന്നെ എല്ലാം ക്രിസ്റ്റൽസൊക്കെ ആലോചിച്ചു, വെളുത്തുള്ള ക്രിസ്റ്റൽസ്. ഞാനിപ്പോൾ സ്വാമി തന്ന ഒരു 3 ഇടും, എന്നിട്ട് ഒരു കറുത്ത ഗൗൺ മാത്രം, അല്ലെങ്കിൽ ഒരു വൈറ്റ്. ഭയങ്കര അമ്മയ്ക്കൊരു പുരുഷനായി ജനിക്കാനായിരുന്നില്ലേ ആഗ്രഹം? ഒരിക്കലും ആഗ്രഹിച്ചു. അയ്യേ കണ്ടാൽ മതി പുരുഷന്മാർ. ഒരു താടിയും പഠിക്കണം. താടി എന്നെ പോലെ പഠിക്കാതിരുന്ന പ്രശ്നമില്ലല്ലോ. എന്നാലും ഐ വുഡ് പ്രിഫർ ടു ബി എ വുമൺ മാതിരി. വുമണിൻ്റെ റിയാക്ഷനില്ലേ, വുമണെ കാണുക, പരിചയപ്പെടുക, അതൊന്നും ഐ കാൺ ഡു വിതൗട്ട് ദാറ്റ്. പീപ്പിൾ ഷുഡ് ഗെറ്റ് ചാംഡ്, ദേ മസ്റ്റ് ലവ് മീ അല്ലേ. എടാ ആണായ എന്തുള്ളു, പണം ഉണ്ടാക്കുക, ഇത്ര പൈസ കൊടുക്കുക, വീട്ടിലേക്ക് കൊണ്ടുവരിക, പൈസ കൊടുക്കുക, ബീഡി വലിക്കുക, അയ്യോ അതൊന്നും എനിക്ക് വേണ്ട. പക്ഷേ മാധവിക്കുട്ടി എന്നുള്ള കഥാകാരി തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു പുരുഷൻ ചെയ്യുന്ന കാര്യം 10 മടങ്ങ് ചെയ്താൽ മാത്രമേ അത്രയും അംഗീകാരം. അത് ശരിയാ. അതുകൊണ്ടല്ലേ ഞാൻ 10 തവണ ചെയ്തത്. 10 പുരുഷന്മാർക്ക് ചെയ്യാൻ സഹിക്കുമോ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ? ഞാൻ കാണിച്ചു തരാം വേണമെങ്കിൽ. ഇൻടാക്കിൽ ഓൺലി ഇലക്റ്റഡ് മെമ്പർ ആയിരുന്നു ഞാൻ. അത് തുടങ്ങിയപ്പോൾ ഓർമ്മയുണ്ട, രാജീവ് ഗാന്ധി പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് പുപ്പുൽ ജയക്കർ. എന്നിട്ട് ഇലക്ട് ചെയ്തിട്ട് ഒരാളെ എടുത്തു, ഓർഡിനറി മെമ്പർ. ഇന്ത്യ നോക്കിയിട്ട് എനിക്കത് വീണ് ആലോചിച്ചു. എൻ്റെ ഹൗ ഐസ് ടു കോറൽ വിത്ത് അവസാനം റിസൈൻ ചെയ്തിട്ട് അത്ര ദേ ഹേറ്റഡ് മീ. കള്ളത്തരം ചെയ്യുമ്പോൾ ഒക്കെ ഞാൻ പറയും. അതുകൊണ്ട് അവർക്ക് എന്നെ കൊണ്ട് ന്യൂസൻസായി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളെ ഞാൻ എപ്പോഴും ഒരു ബാഡ് ചീത്ത പേരുണ്ടാക്കും. ഫോറസ്ട്രി ബോർഡ് ഇവിടെ 6 വർഷം ചെയർമാൻ എന്നേ പറയുള്ളൂ, അന്ന് ചെയർപേഴ്സൺ ഒന്നും പറയില്ല. ചെയർമാനായിട്ട് വർക്ക് ചെയ്തു. ചീത്തപ്പേരുണ്ടാക്കി കോൺഗ്രസ് ഉണ്ടാക്കിയിട്ട് 4 റുപ്യ 50 പൈസ ഞാൻ എൻ്റെ ഭർത്താവിന് തിന്നതിന് ഞാൻ കൊടുത്തിട്ടില്ലെന്ന്. എൻ്റെ ഭർത്താവ് എൻ്റെ ഒന്നിച്ച് ടൂറിന് പോകും. അപ്പോൾ അത് ഒരിക്കൽ മറന്നതാ. 4 റുപ്യ. ഓഹ്. ആൻഡ് ഐ വാസ് വെയറിങ് അന്ന് ഒരു മാല വർത്ത് 3 lakhs. അതൊന്നും അവർ നോക്കില്ല.
ഡു യു തിങ്ക് ഐ വുഡ് വോണ്ട് ദർ പിറ്റൻസ്? പിന്നെ അത് പിറ്റൻസ് കൊണ്ടുവരിച്ച് ഞാനാ ബോധിയാത്ര പറഞ്ഞുകൊണ്ട് സംഘടിപ്പിച്ചു. ഞാനൊരു 3 ലക്ഷം ചിലവാക്കി. എന്നിട്ട് ഓരോ ഡിസ്ട്രിക്റ്റിൽ കയറിയിട്ട് എന്നിട്ട് ഭിക്ഷമിത്ര അവാർഡ് കിട്ടി ഡൽഹിയിൽ പോയി മടങ്ങി വന്നു. ഈ കള്ളന് സെക്രട്ടറിയെ പണം ഉണ്ടാക്കണം, അപ്പോൾ തരാൻ പറഞ്ഞു. ഞാൻ പ്രൊവിഷനിലേ പറഞ്ഞു, എടുത്തോളാമെന്ന് പറഞ്ഞു. ഞാൻ ടൂറിന് പോയിട്ട് മടങ്ങി ഒരു ദിവസം രാവിലെ അമ്പലപ്പുഴ എത്തി. ആലപ്പുഴയിലത്തെ പ്രസിഡൻറ്റിനോട് ദത്തൻ മാഷ്, ഇപ്പോൾ PSCയിലാണ്, മാഷ് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ദത്ത എന്നെ തട്ടാൻ നോക്കുന്നുണ്ടല്ലോ ഇന്നാൾ, തട്ടി അമ്മേ, ഇന്നലെ TV കണ്ടു, സരസ്വതി കുഞ്ഞികൃഷ്ണ അപ്പപ്പുലിയെ. ആരത് ചെയ്തു ചോദിച്ചു. കരുണാകരനോടൊക്കെ ചോദിച്ചു അയാൾ. എന്നിട്ട് കോറമില്ല മീറ്റ് ചെയ്യാൻ. ദെൻ കേസുണ്ട്, 46 കേസ്, നോൺ ബെയിലബിൾ. ഞാൻ അടിച്ചു, അസോൾട്ട് ചെയ്തു. പിന്നെ നോക്കൂ, ഹേബിയസ് കോർപ്പസ്. ഇടുക്കിയിലത്തെ കരിമ്പൻ ജോസിനെ കാണാനില്ല. ലാസ്റ്റായിട്ട് ചെയർമാൻ്റെ വീട്ടിൽ വന്നു, തല്ലൂടി, അവനെ കൊന്നു. എബ്സേർഡ് ഹാരസ് മീ. ആ ആൾ ഹാരസ് ചെയ്തിട്ടുള്ള ആൾ 2-2.5 കൊല്ലം കൊണ്ട് ഞാൻ ജയിച്ചു. KL നരസിംഹൻ, പരിപൂർണൻ്റെ ബ്രദർ, ഫോട്ട് ഫോർ മീ. ധർമ്മയുദ്ധമാണ് പറഞ്ഞിട്ട് ജയിച്ചു. ജയിക്കൽ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അയാൾ കണ്ടിരുന്നില്ല. ഇന്നലെ ഉണ്ടായിരുന്നു. മൈ സൺ സെസ് സോ ആൻഡ് സോ ഹസ് കം, ഇവിടെ ഇരിക്കുന്നുണ്ട്, എൻ്റെ കാല് തൊടാൻ. ഞാൻ പറഞ്ഞു, കാല് തൊടാൻ പാടില്ല, ഐ കാണ്ട് ലവ് ദിസ്. അപ്പോൾ അമ്മേ മാപ്പ് തരണ്ടല്ലേ, എനിക്ക് സുഖരുണ്ടാവില്ല പറഞ്ഞു. ഞാൻ സമ്മതിക്കില്ല പറഞ്ഞു, തുടരുത് പറഞ്ഞു. അപ്പോൾ ഇവൻ പോയിട്ട് ഭാര്യയും കുട്ടികളും കൊണ്ട് പിന്നെന്താ ചെയ്യാം, അവിടെ വീണു. ഭാര്യയും പെൺകുട്ടികൾ എൻ്റെ കവിത വലിയ ഇഷ്ടമാണെന്ന് പറയാ. അവൾ അതാ പഠിക്കുന്നത്. കുറച്ച് ഫ്ലാറ്ററി ഇഷ്ടമാണോ? ഫ്ലാറ്ററി അല്ല, ചെറിയ കുട്ടികൾ പറയുമ്പോൾ സന്തോഷം. എൻ്റെ കവിത ചൊല്ലി കേൾക്കുമ്പോൾ പാവ കുട്ടികൾ. പിന്നെ എല്ലാവർക്കും മാപ്പ് കൊടുത്തു, ഇൻക്ലൂഡിങ് ദ ബാസ്റ്റഡ്. അയാളുടെ തലയിൽ തൊട്ട് ശരി മറന്നു. ഇനി 8 പേർക്കും കൂടി മാപ്പ് കൊടുക്കാനുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. കുറച്ചുണ്ട് ലിസ്റ്റ്. ഉപദ്രവിച്ചവരൊക്കെ. ഈ സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു അലച്ചിലിൻ്റെ ഭാഗമായിട്ടാണോ? അലച്ചിലല്ലേ, ബിക്കോസ് എപ്പോഴും സ്നേഹം കിട്ടും. പക്ഷെ ചിലപ്പോൾ ചിലവരുടെ വേണ്ടല്ലോ നമുക്ക്, അതേ ഉള്ളൂ. ചില ആൾക്കാരുടെ പലരും സ്നേഹം ഓഫർ ചെയ്ത് വരുന്നുണ്ട്. പലരൊന്നും വരില്ല കുട്ടി ഈ വയസ്സുകാലത്ത്. പറഞ്ഞിട്ട് കേട്ടാ, നമ്മുടെ മരുന്ന് വാങ്ങിയതിൻ്റെ പൊളിയില്ലേ, എന്നെ കൊണ്ടുപോകണം നോക്കുകയാണെന്ന് വെച്ചോളൂ. ഒരു 10,000 മരുന്നിനും ഉഴിയണ സ്ത്രീ ഇല്ലേ? ഈ കമല സുരയ്യായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവാദമായി മാറി. ഒന്നുമില്ല, അത് ഇതൊക്കെ ഇവിടെയല്ലേ, മുസ്ലിമാണ്, ഇതൊക്കെ ഇത്ര സീരിയസ് ആണോ? പിന്നെ എനിക്ക് മനസ്സിലായി സീരിയസ് ആണ് ഇവർക്കൊക്കെ റിലീജൻ. എനിക്ക് മെൻ നത്തിങ് അറ്റ് ദാറ്റ്. നന്നായി പോയി, ഒക്കെ മാറിയത് നന്നായി. എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തായാലും ഞാനിപ്പം ഏതൊക്കെയാലും കേരളത്തോട് വിട പറയുകയാണ്. മാത്രമല്ല, അഭിമുഖങ്ങളിൽ സത്യസന്ധമായിട്ട് മാത്രമേ പറയുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ഒരാളാണ്. എന്തായിരുന്നു യഥാർത്ഥത്തിൽ മാറാനുള്ളൊരു ചേതോവികാരം? ഞാൻ ഒരാളുമായിട്ടൊരു ബുക്ക് എഴുതി തുടങ്ങി മതത്തെ പറ്റിയിട്ട്. ഈ പറയുന്ന ആൾക്ക് ഇംഗ്ലീഷ് കമ്മിയാണ്, അപ്പോൾ ഞാൻ സഹായിക്കുക. ആ കാലത്ത് കുറച്ച് ഈ മതത്തെ പറ്റിയൊക്കെ പറഞ്ഞു. എന്നിട്ട് അത് ചേർന്നാലുള്ള ഗുണങ്ങളൊക്കെ പറഞ്ഞു. ഒന്നും വിശ്വസിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലക്ഷണം കാണണം എന്ന് പറഞ്ഞത് എനിക്ക്. ലക്ഷണം ഒരു കോഴിക്കോട്ട് അടുത്തുനിന്ന് കാറ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണ്, മടങ്ങി വരിക. അപ്പോൾ ഇയാളും ഭാര്യയും എൻ്റെ ഡ്രൈവറും എന്നെ നോക്കുന്ന നേഴ്സും ഒക്കെ ഉണ്ട് കാറിൽ. പെട്ടെന്ന് എൻ്റെ കാറിലാണ്, പെട്ടെന്ന് ഒരു ഐ മസ്റ്റ് വിറ്റ്നസ് എ മിറക്കിൾ, അതർവൈസ് ഐ വോണ്ട് അക്സെപ്റ്റ് യു പറഞ്ഞു, അല്ലാഹുവിനോട് പറഞ്ഞ മാതിരി. അപ്പം ഇടത്ത് ഭാഗത്തൊരു ഹ്യൂജ്, ഇത്ര വലിയതെന്ന് പറയാൻ വയ്യ, ഒരു ചുമന്ന റൗണ്ടായിട്ട് സൂര്യനാണെന്ന് ഇവരിങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ ഡ്രൈവർ പറഞ്ഞിട്ട് അതൊരു സൂര്യനാണ്. 5 മണിക്ക് രാവിലെ അങ്ങനെ സൂര്യൻ വരിക, കാറിൻ്റെ അടുത്ത് തൊടാൻ കഴിയിട്ട. എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നു. പിന്നെയും കുറച്ച് മൂവി നിർത്ത ജോൺ എന്ന് പറഞ്ഞു ഡ്രൈവറോട്, നിർത്തി. അപ്പോൾ അവിടെ നിൽക്കുക, ഇറ്റ്സ് നോട്ട് മൂവി. പിന്നെയും വെയിറ്റ് പറഞ്ഞു. പിന്നെ ചോദിച്ചു ഇത് എപ്പോഴാണ്? അപ്പോൾ ഈ കാറിലിരിക്കുന്ന ആൾക്കാർക്കും ഷോക്കായി, ദേ ഡിഡ്ന്റ് എക്സ്പെക്റ്റ്. അപ്പോൾ അതിലൊരാൾ ചോദിച്ചു ഇത് എപ്പോഴാണ് ഇനി പോവുക ഈ സൈറ്റ്?
ചുമന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളെ നിങ്ങളുടെ ഗേറ്റിൻ്റെ അവിടുത്തെ ആക്കുമ്പോൾ ഇതുമായി സൂര്യനോട് വളർക്കും ഇല്ലാണ്ടാവും. അപ്പം എനിക്ക് കള്ളി മനസ്സിലായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. രാത്രി മുറിയിൽ ഒരു തണുപ്പ്, മുറിയിൽ കിടന്നിട്ട് ഞാൻ എന്നിട്ട് കേട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ആകെ ലൈറ്റ്, അകത്ത് മുഴുവൻ നിലാവിളിച്ച്. ഫാൻറ്റസി ആയിരിക്കുമോ, എം ഐ ഹാലുസിനേറ്റിംഗ്? ഇത്ര ഭയങ്കര ഭംഗിയുള്ള മൂൺലൈറ്റ് എന്നെ തൊട്ടുകൊണ്ട്. അപ്പോൾ ഞാൻ ജനലൊക്കെ തുറന്നു, കേട്ടൻ നീക്കി നോക്കി, പുറത്ത് കൂരിയിട്ടാ. മൂൺലൈറ്റൊന്നും ഇല്ല തന്നെ, അകത്ത് എൻ്റെ മേൽ മുഴുവൻ ലൈറ്റ് ഇങ്ങനെ തൊട്ട് തണുപ്പിക്കുകയാണ് മാതിരി. അങ്ങനെ ഓരോ സയൻസ് കണ്ടു. You decided. I said, why not? There must be something in it. Then I phoned my son, മോനുവിനോട്. മോനു, allow me to become that. ബിക്കോസ് ഇങ്ങനെ ചില സൈറ്റ്സ് ഞാൻ കണ്ടു. അപ്പോൾ മോന് പറയണേ, ഞാനത് സംസാരിക്കുമ്പോൾ മോനിൻ്റെ മേൽ രോമാഞ്ചം. ബിക്കോസ് ഹി നോസ് അവൻ്റെ അമ്മ നുണ പറയുന്ന ടൈപ്പല്ല. അപ്പോൾ മൂത്ത ആൾ ഡൽഹിയിൽ നിന്നത് സ്റ്റിൽ ഹി ഡിഡ്ന്റ് ബിലീവ് ഞാൻ ചെയ്യുന്നത്. വേഗം ഏറ്റുക്ക് ലീവ്, വേഗം വന്നു. ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ആവട്ടെ, ഇതൊക്കെയാണ് സൈന്. അപ്പോൾ ഫസ്റ്റ് he said, I'll kill that bastard who talked you into it എന്നും പറഞ്ഞു ദേഷ്യം. മോൻ്റെ യൂഷ്വൽ തിങ്. അതെ, അതൊന്നും വേണ്ടിയൊന്നുമില്ല, കൊല്ലലൊന്നും. മോന് വന്നു, ഒരു മുസ്ലിയാർ വന്നു. ഇവിടെ എന്താണ് സുലൈമാൻ മൗലവി താടിയിക്കുമ്പോഴത്തെ മോനുമാണ് ഫസ്റ്റ് വിറ്റ്നസ്. മോനു എങ്ങനെ പിന്നെ റെക്കൺസൈൽ ചെയ്തു? മോനും അപ്പം തന്നെ റെക്കൺസൈൽ ചെയ്തു. ബിക്കോസ് ഇങ്ങനെ ഒരു സൈറ്റ് ഞാൻ കണ്ടുവെങ്കിൽ, ഇങ്ങനെ മൂൺ ലൈറ്റ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ മോന് പറയണേ മോനിൻ്റെ മേലും ആകെ ആൾ തണുപ്പിക്കണ മാതിരി, രോമാഞ്ചൊക്കെ മാതിരി. അപ്പം മോനും ന്യൂ അമ്മ നോണ പറയില്ല. ഷീ മസ്റ്റ് സീൻ ഇറ്റ്. ദെൻ ഐ സെഡ് ഇങ്ങനെ ഈ ബുക്ക് ഞാൻ പകുതിയാക്കിയിട്ട് വെച്ചിട്ട് കാണിച്ചിട്ടു. അപ്പോൾ ഈ ഗോട്ട് ആംഗ്രി വിത്ത് ദാറ്റ് ഫെലോ. സോ ഈ സെഡ് അയ്യോ കഷ്ടം. ഈ റഷ്ട് ഒരു എഡിറ്ററിയും കൊണ്ട് പിടിച്ച് കൊല്ല. അവിടെ ചെന്നപ്പോൾ അയാൾ കാൽക്കൽ വീണ് നമസ്കരിച്ച് കരഞ്ഞോടി. അയ്യോ ഞാൻ ഗിൽറ്റി അല്ല, ഞാൻ കണ്ടിട്ടും കൂടി ഇല്ല. അമ്മ ക്ഷമിക്കുമെങ്കിൽ എന്നെ കണ്ടിട്ടില്ല. അമ്മ ക്ഷമിക്കുമെങ്കിൽ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. അതായത് എൻ്റെ മൊബൈൽ ഫോൺ 4 പേർക്ക് മാത്രമേ ഉള്ളൂ. ഒന്ന് 3 എൻ്റെ മക്കൾക്കും, 4-മത്തെ എന്നെ വളരെ സ്നേഹിക്കുന്ന വേറൊരാൾക്കും. ബിക്കോസ് ആ ആളും കൊടുന്നെന്താണ് എനിക്കത് അബുദാബിന്ന്. ഈ ടോൾ മീ വേറെ ആരെയും വിളിക്കണ്ടാന്ന്. അത് സത്യം പറഞ്ഞു. ഞാൻ അന്ന് മതം മാറുന്നതിൽ മറ്റു വല്ല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു? എനിക്കെന്ത് ഉദ്ദേശം? അയ്യോ കല്യാണം കഴിക്കാൻ വേണ്ടിയായിരുന്നു. കല്യാണം അല്ലെങ്കിലും വിസറ്റ് ഈ കണക്കൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. ഇൻകം ടാക്സ് റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്ത് തരാം. അറിയില്ലല്ലോ, അങ്ങനെയൊക്കെ ചെയ്തു തരാം, ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല, ഞാൻ സംരക്ഷിക്കും മരണം വരെ, കണക്കേ വേണ്ട. മരണം വരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. കണക്ക് ഇൻകം ടാക്സ് റിട്ടേൺസ് ഒക്കെ റെഡി ചെയ്ത്. ആ സംരക്ഷണം ഉണ്ടോ അപ്പോൾ? അയ്യോ അപ്പം തന്നെ പേടിച്ച് പോയില്ലേ ആള്. പേടിച്ചു. മോനെ അവിടെ ചെന്നതിന് ശേഷം പിന്നെ ആൾ ഇവിടുന്ന് രാജ്യം വിട്ടു കുറച്ച് ദിവസം. ലക്നൗവിലൊക്കെ താമസിച്ചു തന്നെ. ഈ ഫോൺ മീ ഈ അപ്പോളജൈസ്ഡ്. പേടി എനിക്ക് കൊല്ലുന്നൊക്കെ പറയില്ലേ ശിവസേനക്കാർ. സെഡ്ഡയിൽ കില്ലും ആൻഡ് കഷ്ണങ്ങളാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിടുന്നു. എന്തിനാ ഈ വൈകികളയിലെങ്കിലും ധൈര്യശാലിയായിട്ടുള്ള മാധവിക്കുട്ടിക്ക് ധൈര്യമില്ല. പക്ഷെ കമല സുരയ്ക്ക് ആ പേര് പറഞ്ഞിരുന്ന പ്രശ്നം ഏത് ആ പേരെന്തിനാ പറഞ്ഞ പാവങ്ങളെ? ഞാൻ ഒരാളെ കഷ്ടത്തിലാക്കില്ല. അയ്യോ പാവം സാധു. പേടിച്ചു പോയി അല്ലേ? പേടിച്ചിട്ടില്ലേ? അതിപ്പോൾ അതേ പറഞ്ഞ എല്ലാവർക്കും മാനത്തം ഉണ്ടാവണമെന്നില്ല. നമ്മൾ തോന്നും താടിയുണ്ട് ശരിക്കുള്ള ആളാണെന്ന് തോന്നും അല്ലേ? നമ്മുടെ തെറ്റല്ലേ? അങ്ങനെയൊന്നുമല്ല. ഈ കേരളത്തിൽ നിന്ന് പോവുകയാണ്, ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളുണ്ടാ പോകുന്നു പറഞ്ഞു. പക്ഷേ കയ്പൊന്നും ആദ്യമല്ല. ഇപ്പം ഈ നാറ്റമില്ലേ, സ്റ്റിങ്ക്, ഗാർബേജ്, അതുണ്ട്. പിന്നെ ഈ ഡേർട്ടി ലെറ്റേഴ്സ് ദറ്റ് കം ടു മീ സഹിക്കുന്നില്ല കേട്ടോ. ഒരു സ്ത്രീക്കും ഇത് ദിവസം കിട്ടുമ്പോൾ താമസിക്കാൻ വയ്യ. രാധാമണി തങ്കമ്മണ്ട ഇല്ല നോക്കൂ. സിന്ധുവോ അവിടെ ആ കത്തുണ്ടോ? മിനിഞ്ഞാന്ന് മറ്റോ വന്ന കത്ത് നമ്മൾ ചീഫ് മിനിസ്റ്റർക്ക് കാണിച്ച്. എല്ലാ ദിവസവും എനിക്ക് ഡേർട്ടി ലെറ്റർ വരും മലയാളം. അപ്പോൾ ഇവരുടെ സംസ്കാരം നമുക്ക് ചേരൂല
തീർച്ചയായും എനിക്ക് സഹിക്കാൻ വയ്യ. ഇത്ര വയസ്സായിട്ടൊരു സ്ത്രീക്ക് കിട്ടണ കത്താതെ എന്തിനാ ഇവിടെ താമസിക്കുന്നത്? മക്കളുടെ അടുത്ത് പോയി മഹാരാഷ്ട്രയിൽ ലവ് മീ അല്ലേ, എല്ലാവരും നല്ലോണം റെസ്പെക്ട്. ഡേർട്ടി എന്ന് പറഞ്ഞാൽ ഐ കാൻ ബെയർ. ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. മറാഠിയിൽ എത്ര കാലം ഞാൻ മഹാരാഷ്ട്രയിൽ താമസിച്ചു, എല്ലാവരും റെസ്പെക്റ്റേ കാണിച്ചിട്ടുള്ളൂ. ഐ നെവർ റിസീവ്ഡ് ഡേർട്ടി ലെറ്റർ. അവിടേക്ക് മാതാജി വലിയ ഇതായിട്ടില്ല. ഇപ്പം ഞാൻ അവിടെ പോകുമ്പോൾ ഇങ്ങനെ അമ്മയാണ് ആയി എന്ന് വിളിക്കും, മാതാജി എന്ന് വിളിക്കും, അല്ലാണ്ട് ഈ വൃത്തിയോട്. ഇപ്പം പേര് മാറി മാറി, ആദ്യം കമലയായിരുന്നു, ആമിയായിരുന്നു, കമലയായിരുന്നു, സുരയ്യായി, ബ്യൂട്ടിഫുൾ നെയിം. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ പുലയാടിച്ചിയാണ് ഞാനത്ര. എനിക്ക് കത്തുകളൊക്കെ അങ്ങനെ വരണേ. പുലയാടിച്ചി കടവന്തറ, ഞാനതാണ് ഒരു എഴുത്തുകാരി. ഞാൻ ഇവരോടൊക്കെ ചോദിക്കാൻ, ഞാനാണോ, ഞാൻ എന്താ ചെയ്തിരിക്കണം ഇവിടെ? യു സി ബ്രിട്ടോ അല്ല എന്താ വീട്ടിൽ ബ്രിട്ടാസേ, എൻ്റെ വീട്ടിൽ വല്ലവർക്കും പാപം ചെയ്യണമെങ്കിൽ ഒരു 10 മിനിറ്റ് പ്രിവസി വേണ്ടേ? ആരും ഇല്ലാത്ത സെർവൻസും പുറത്ത് പോകണം, എല്ലാവരും പോകണം. അതെ, എൻ്റെ വീട്ടിൽ ഓൺ ആൻ ആവറേജ് ദർ ബി ഒരു 20 കോളേഴ്സ് എ ഡേ. ചില സമയത്ത് ഇൽ ഗോ അപ് ടു 100. ദിസ് ഇസ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഹൗസ്. എന്നെ എപ്പോഴും വന്നൊരു ആളുകളുണ്ടാവും. ചിലർ എനിക്ക് വേണ്ടപ്പെട്ടവർ, ചിലർ ബോറന്മാർ. അങ്ങനത്തെ സ്ഥലത്ത് എവിടെ കൊണ്ടുപോയിട്ടാണ് പാപം ചെയ്യുക? ഇപ്പോൾ ഇഫ് ഐ ഹാവ് എ ലവർ, കക്കൂസ് കൊണ്ടുപോകേണ്ടി വരും. അവിടെയാണെങ്കിലും ഇവരൊക്കെ വന്നിട്ട് എന്താ അമ്മേ തലതിരിയുണ്ടോ അമ്മ ചോദിക്കില്ലേ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. മൈ ലൈഫ് ഹസ് ബീൻ ലൈക്ക് ദാറ്റ്. ഭയങ്കര. മഹാരാഷ്ട്രയിലൊക്കെ ഇത്ര അധികം ആളുകൾ വരുന്ന വേറൊരു വീടുണ്ടായിരുന്നില്ല. ഹ്യൂജ് ഹൗസ്, ബാങ്ക് ഹൗസിൻ്റെ വലിയത്. ഹി വാസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. വലിയ ഹോളൊക്കെ ഡാൻസിൽ. ഇതൊക്കെ എഴുതണ എനിക്ക് ഐ ഡോണ്ട് ഹാവ് ടു. ഞാൻ ഐ എം നോട്ട് എ പ്രോസ്റ്റിറ്റ്യൂട്ട്, യുനോ. എനിക്കിത് കേട്ട് 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 സഹിക്കുക വേണ്ടേ. എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതല്ലെങ്കിൽ ഇന്ന് വരുന്നത് ഞാൻ കാണിച്ചു കൊടുക്കാം. ഇനി വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും പൂണെയിൽ ഈ സർഗാത്മകമായിട്ടുള്ള സാഹിത്യകാരി വീണ്ടും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളുമായി പങ്കുവച്ചതിന് വളരെ 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 നന്ദി. പ്രോബ്ലി ഞാനും താങ്ക് ചെയ്യണം. ബിക്കോസ് ഞാൻ ഇത് ഇൻ്റർവ്യൂ എന്നൊക്കെ മറന്നു. ശരിക്ക് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കണ മാതിരി. അതുകൊണ്ട് കുട്ടിക്ക് നന്മ വരട്ടെ. താങ്ക് യു. ഐ എം ഓണർഡ്. താങ്ക് യു.